ഇതാരത് ദാക്ഷായണിയാണോ? മരിയോളാണോ? എടി കൊച്ചനെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ. അപ്പേക്ക് നേരത്തിനും കാലത്തിനൊക്കെ എണീറ്റ് തുടങ്ങിയാ? അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് കയറി പെമ്പിള്ളേരൊക്കെ നേരത്തിനും കാലത്തിനും എണീറ്റ് വീടും പേരൊക്കെ ഒന്ന് വൃത്തിയായി അങ്ങ് സൂക്ഷിക്കണം. അതിന് എളുപ്പ വഴിയുണ്ട്. വീട് നമ്മളായി കാണുക, മുറ്റം അമ്മായിമായിട്ട് കണ്ടാൽ മതി. അപ്പൊ ഈ മുറ്റം ഇങ്ങനെ തൂക്കുമ്പോ കിട്ടുന്ന ഒരു രസമുണ്ട്. പക്ഷേ എന്റെ അമ്മായിമനെ ഓർക്കുമ്പോ എനിക്ക് ഈ മുറ്റം ഇങ്ങനെ 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 അടിച്ചങ്ങ് തൂത്ത് കരിയില കത്തിക്കണ പോലെ ഇട്ട് കത്തിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് കൊടുത്ത കേട്ട് തള്ളയത് പിടിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഏതൊരു അമ്മമാർ ആഗ്രഹിക്കും ഇങ്ങനെ ഒരു മോനെ, ഏതൊരു ഭാര്യ ആഗ്രഹിക്കും ഇങ്ങനെ ഭർത്താവിനെ. പക്ഷെ 2 എണ്ണം വീശിയ ഇങ്ങനെ ഒരു നാറേ സ്വഭാവമില്ലാത്ത മനുഷ്യൻ. എന്തൊരു മനുഷ്യനാണോ. കുളിക്കും ചന്തം മാജാലമായൊരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണി തത്തമ്മേ. അല്ല, നിങ്ങൾ ഈ മിന്നൽ വെളുപ്പം കാലത്ത് എങ്ങോട്ടേ പോണത്? മിന്നൽ വെളുപ്പം കാലത്ത് രാവിലെ വയറിനകത്തൊക്കെ ഒരു മിന്നലും ഇടിവട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും പോകുന്നിടത്തേക്കാ ഞാനും പോയത്. എന്താ കയ്യില് ഇത് പിടിച്ചോ. എന്ത് നോക്കണത്? ഓഹോ, അപ്പൊ ഇപ്പൊ നിങ്ങൾ പോയ വഴി എനിക്ക് മനസ്സിലായി. കുഞ്ഞു കുറക്കാൻ കുഞ്ഞുമോന്റെ വീട്ടിൽ പോയാ? പോയായിരുന്നു, കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ആ പട്ടാളക്കാരൻ വിജയേട്ടന്റെ വീട്ടിൽ പോയാ? കിട്ടിയായിരുന്നു. ഞാൻ പോയ വഴിയൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ എവിടെയോ GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പറ, എവിടെ GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്? GPS ഒന്നല്ല. ഇന്ന് 1-ാം തീയതി ആയിട്ട് നിങ്ങക്ക് സാധനം കിട്ടില്ല എന്ന് എനിക്ക് അറിയാം. ഇപ്പൊ പട്ടാള വിജയേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഈ കുന്ത്രാണ്ട വായിക്കൊണ്ട് ആർക്കായാലും മനസ്സിലായി. നിങ്ങളെ പാല് കുടിക്കണ പോലെ കുടിച്ചങ്ങ് ചാവും. ഇത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പാലിൽ ബൂസ്റ്റ് ഇട്ട് കുടിക്കുന്ന കാര്യം ടേസ്റ്റാ. നിനക്കറിയാവോ? ഈശ്വരാ, ഇങ്ങനൊരു മദ്യപാനിയായ മനുഷ്യൻ. ഞാൻ മദ്യപിക്കുന്നതുകൊണ്ട് എന്താടി കുഴപ്പം? നിങ്ങൾ മനസ്സിലാക്കിക്കോണം, വാർക്കപ്പണിയാണ് എനിക്ക്. ഈ വാർക്കപ്പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശരീരം വേദന മാറ്റാൻ 2 എണ്ണം അടിക്കും. അത് തെറ്റാണോ? 2 എണ്ണം അടിക്കും, അത് തെറ്റല്ല. പക്ഷെ രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ വീണ്ടും 2 എണ്ണം അടിക്കണ എന്തിനാ? അത് ഈ രാത്രി അടിച്ചതൊക്കെ ശരീരത്തിൽ കിടക്കുമല്ലേ, തലയിലൊക്കെ കയറി കിടക്കൂലേ. അപ്പൊ തലവേദന മാറാൻ വേണ്ടി 2 എണ്ണം രാവിലെ അടിക്കും. അപ്പൊ പിറ്റേ ദിവസം വൈകുന്നേരം അടിക്കണോ? അത് ശരീരം വേദന മാറാൻ. പിറ്റേ ദിവസം കാലത്ത് തലവേദന മാറാൻ. വൈകിട്ട് ശരീരം വേദന മാറാൻ. തലവേദന മാറാൻ. ശരീരം വേദന മാറാൻ. തലവേദന മാറാൻ. ശരീരം നിർത്തുന്നുണ്ടോ? ഈശ്വര, എന്തൊരു കഷ്ടം നോക്ക്. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ഈ കള്ളുകൂടി മാറ്റാൻ വേണ്ടി ഞാൻ അഡിഷൻ സെന്റർ കൊണ്ട് ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോ അതിന്റെ ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ബാറെന്ന് എഴുതി വെച്ചിട്ട് അവിടുത്തെ മാനേജറും പേഷ്യൻസും ഇങ്ങനെ കൂടി വളഞ്ഞ് ചുറ്റിയാണ്ട് അടിക്കണം. നമ്മളെ ഭർത്താവല്ലേ, അവിടെ ഇട്ട് പോരാൻ പറ്റൂ? ഞാൻ കൈയോടെ പിടിച്ച്, എൻ്റെ കുഞ്ഞാങ്ങളുണ്ട്, വീടിയും വലിയൊന്നും ഇല്ലാത്ത മനുഷ്യനാ, അതിന്റെ കൂടെ ഈ കയറി ഞാൻ ചേർത്തിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോ ആ കുഞ്ഞാങ്ങളെന്നെ ഓടയുന്നാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. എന്നെ വെല്ലിച്ചിന് പോണ്ട് കുടിക്കൊന്നുമില്ല, അങ്ങേരെ കൂടെ ചേർത്ത്. ഇപ്പൊ അങ്ങേര് രാവുമല്ല പകലല്ല എന്നുള്ള ബാറിന്നാട്ട് ഇറങ്ങണില്ല. ആര് കൂടെ കൂടെയോ അവരൊക്കെ നശിക്കും. എന്നിട്ട് എന്താടി പൊന്നാ നീ നശിക്കാതിരുന്നത്? ഞാൻ ഇനി എന്തോന്ന് നശിക്കാൻ? ആഹാരം വല്ല ഉണ്ടാക്കാൻ നോക്ക്. പക്ഷേ വിശന്ന് കഴിച്ചിട്ട് പോയി. അല്ല പിന്നെ അപ്പൊ കള്ളുകൂടി തന്നെ ആയാലും എന്നോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? എന്റെ അനിയത്തിക്ക് വിശേഷമുള്ള കാര്യമില്ലേ നിങ്ങൾ ഈ പലഹാരമൊക്കെ വാങ്ങിക്കൊടുന്നത്? നിന്റെ അനിയത്തി എന്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണതല്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ഈ പ്രായത്തിലും? അമ്മ ഈ പ്ലാസ്റ്റിക് തൂക്കി ഇൻസ്റ്റാൾമെന്റ് കച്ചവടം തുടങ്ങിയ? ഇന്ന് ഇവിടെ വെച്ച് അമ്മയുടെ മീറ്റിംഗ് ഉണ്ടടാ. ഈ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടെന്ന്? അപ്പൊ ശ്വേതാമേനോന് മോലൊക്കെ വരുമല്ലേ? അതല്ലെന്ന് പറഞ്ഞ നിന്റെ പെറ്റ തള്ളയായി എനിക്ക് ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാ. കുഞ്ഞു പോലും വരാൻ സാധ്യതയില്ല. എന്താ പറഞ്ഞേ? എന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ? ഓ, ഞാനത് മറന്നു. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെന്ന് ചെവി അങ്ങോട്ട് കിടന്ന് പതുക്കെ പറഞ്ഞാ മതി, എനിക്ക് കേൾക്കാം. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെന്നാ പറഞ്ഞത്? ഇന്ന് സ്മൃതി മണ്ഡപത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്മാരക മണ്ഡപം ചെയ്യാൻ തീരുമാനിച്ചാ? ഞാൻ പറയല്ലേ, എന്റെ അയൽക്കൂട്ട സ്മൃതി മണ്ഡപത്തിന്റെ മീറ്റിംഗ് ഇവിടെ വെച്ച് കൂടാൻ ഞാൻ തീരുമാനിച്ചു. അതങ്ങ് അമ്മയെ മോന് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പോട്ടില്ല. എങ്ങോട്ട് പോണ്? നീ അല്ലേ പറഞ്ഞ പള്ളി പോവാൻ? എന്റെ മനുഷ്യൊന്നും മിണ്ടാണ്ടിക്കണ്ട. അതെ, കഴിഞ്ഞ ആഴ്ച എന്റെ പ്രതീക്ഷ കുടുംബശ്രീ മീറ്റിംഗ് ഈ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചാ? തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ അത് നടത്തിയാ? സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങൾ സമ്മതിക്കാത്ത കാര്യം നിങ്ങളുടെ കുടുംബശ്രീയുടെ യോഗം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവള് പറഞ്ഞ കറക്റ്റല്ലേ അമ്മേ? കഴിഞ്ഞ പ്രാവശ്യം അവളുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ് അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പൊ അമ്മയുടെ മീറ്റിംഗ് ഇവിടെ നടത്താൻ പാടില്ലായിരുന്നു. രമേശ് ഇങ്ങ് വന്നേടാ. എന്താ അടുത്ത് വന്നേടാ. എന്താന്ന്? എടാ, നിന്നെ ഞാൻ ഗർഭം ധരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് രാമങ്കരിയിലായിരുന്നു. അവിടുത്തെ പാടത്തും പറമ്പിലും ഞാനിങ്ങനെ പണിയെടുത്ത് നടക്കുമ്പോഴേ എനിക്ക് പേറ്റ് നോവുണ്ടായത്. നിനക്കറിയാമോ? അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ നടന്ന്
ആലപ്പുഴ കടപ്പുറ ആശുപത്രി വന്ന് എന്റെ കയ്യിലോട്ട് നിന്റെ പെറ്റിട്ടൊക്കെ നീ ഓർക്കുന്നുണ്ടാണ്? അയ്യോ, അതൊക്കെ മറക്കാൻ പറ്റുമോ അമ്മേ? അതൊന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. എന്നാ ഞാനത് മറക്കും. എന്നിട്ട് വല്ല കല്ലും വിഷം തന്ന് നിന്നെ അങ്ങ് നിങ്ങൾ കൊല്ല ജീവിക്കാൻ എന്തായാലും വേണ്ടില്ല. ഇവരുടെ കുടുംബശ്രീ യോഗ ഈ കുടുംബത്തിൽ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവളെന്തുവാണ് ഈ ചുണ്ടിട്ട് കുടുകുടുകുടു ആ നനക്കുന്ന? ഇവക്ക് എന്തോ അസുഖം ഉണ്ട്, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒന്നും പറഞ്ഞിട്ട് തിരിയുന്നില്ല. അമ്മയുടെ ചെവിയാക്കാത്ത കുഴപ്പമില്ല, അമ്മയുടെ അസുഖമല്ല പ്രശ്നമല്ലേ? എനിക്ക് അസുഖം പരിപാടാ. എന്ന് നീ ഇവളെ കൊണ്ടുവന്നു അന്ന് എനിക്ക് അസുഖമായി. എന്ന് നീ ഇവളെ കെട്ടിക്കൊണ്ടുവന്നു അന്ന് നീ കുടിയും തുടങ്ങി. അറിയാവോ? തോന്നിവാസം പറയരുതട്ടാ. എടീ തോന്നിയാസം അല്ലെന്ന്. പിന്നെ പണ്ട് ഇവൻ ബാറിന്റെ ബോർഡ് കണ്ടാ ഛർദിക്കുമായിരുന്നു. അപ്പൊ ഇപ്പഴാ? ഇപ്പൊ ബാറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഛർദിക്കും. രണ്ടായാലും ഛർദി ഉണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയാം. കല്യാണം കണ്ട് ഇത്ര നാളായിട്ട് നീയോ ഛർദിക്കുന്നില്ല, ഞാനെങ്കിലും ഛർദിച്ചില്ലേ നമ്മൾ അയക്കാൻ വേണ്ടേ? മോനെ രമേശ, ഒരു കാര്യം പറയട്ടെ. നിന്നെ കൂടി നിർത്താൻ വേണ്ടി എന്തോരം മാർഗങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തന്നടാ. എന്തോരം മാർഗങ്ങൾ നീ പറഞ്ഞു തന്നെ. എന്നൊക്കെ പറഞ്ഞു എന്നാ പറ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നിനക്ക് കുടിക്കാൻ തോന്നുമ്പോ 1 ലിറ്റർ മേടിക്കാൻ തോന്നുമ്പോ 1/2 ലിറ്റർ വാങ്ങിക്കണം. ബാക്കി പൈസ ഒരു മാവും തൈ മേടിച്ച് അങ്ങ് നടണം. ഓക്കെ. അതേപോലെ നീ ഫുൾ അടിക്കാൻ തോന്നുമ്പോ ഹാഫ് മേടിക്കണം. എന്നിട്ട് അതിന്റെ ബാക്കി പൈസ മാവും തൈ വാങ്ങിച്ചങ്ങ് നടണം. അങ്ങനെ പതുക്കെ പതുക്കെ നിന്റെ കൂടി അങ്ങ് നിർത്തണം. ഇത് ഞാൻ മാത്രമല്ല കുടിച്ചോണ്ടിരുന്നത്, നമ്മുടെ അച്ഛനും ജീവിച്ചിരുന്നപ്പോ നല്ല കുടിയില്ലായിരുന്ന. അച്ഛൻ്റെ അടുത്ത് ഈ ഉപദേശം ഒന്നും ഇല്ലായിരുന്നില്ല. അയ്യോ, ഞാൻ ഉപദേശം കൊടുത്തിട്ടുണ്ട്. എന്റെ ഉപദേശത്തിന്റെ ഫലമാണ് ഇപ്പൊ നിൽക്കുന്ന വയനാട് ഫോറസ്റ്റ്. അത് ശരിയാ. എന്റെ ജീവിതം ഇപ്പൊ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. എന്താണോ, ഒരു പാമ്പിന്റെ ഇടയിലും ഒരു പല്ല് പോയി കണ്ടാമൃഗത്തിന്റെ ഇടയിലും. അപ്പൊ അത് കേക്കണേന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതല്ലേ കേൾക്കണ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കുടുംബശ്രീയുടെ യോഗം ഈ പറമ്പിൽ വെച്ച് നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ഉടമസ്ഥതയുള്ള പറമ്പിൽ വെച്ച് കുടുംബശ്രീയുടെ മീറ്റിംഗ് അല്ല, സംസ്ഥാന സമ്മേളനം വരെ ഞാൻ നടത്തും. സംസ്ഥാന സമ്മേളനം അങ്ങ് ടൗൺ ഹാളിലെ. ഇത് നിങ്ങളെ ഉടമസ്ഥയുള്ള പറമ്പാണെങ്കിലേ ഈ വീട് വെച്ചത് എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാ. കുത്തിത്തിരിപ്പ് കണ്ടാണ് രമേശ. ഇവിടെ കുത്തിത്തിരിപ്പ് കണ്ട. ഇവിടെ കുത്തിത്തിരിപ്പ് കാരണമാണ് ഒറ്റ അയൽക്കൂട്ടമായ ഞങ്ങളുടെ കുടുംബശ്രീ രണ്ടായത്. മനസ്സിലായ? അതിനിപ്പോ എന്താ, ഇപ്പൊ നമുക്ക് 2 കുടുംബശ്രീ ലോൺ എടുക്കാൻ പാടില്ലേ? നീ എന്നെ കൊണ്ട് പോയി ലോൺ എടുക്കുമല്ലോടാ. അമ്മ ഒന്ന് അടങ്ങാവാ. അമ്മ ഒന്ന് ഇരിക്കാവോ? അടങ്ങിയിരിക്കും. ഇവിടെ ഒരു ചെറുക്കനല്ലേ, ഒരു മകനല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കുടുംബശ്രീ ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്തുവാ? എടി, അമ്മയുടെ മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുവാണെങ്കിൽ അമ്മ അയൽക്കൂട്ടത്തിന് എനിക്ക് 50,000 രൂപ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലോൺ 50,000 രൂപ. ഇതൊക്കെ ആദ്യം പറയണ്ടേ? ഞാൻ എങ്ങനെ പറയും നിന്റെ അടുത്ത്? ഞാൻ ആ തള്ളനെ പറയാള് പറയും ചെയ്തു. ഇപ്പൊ എങ്ങനെ അടുത്ത് പോയി മിണ്ടു? എനിക്കറിയത്തില്ല നീ അമ്മയുടെ ബഹളം ഉണ്ടാക്കിയിട്ട്. അമ്മേ, അയ്യോ അമ്മ പ്രഷറിന്റെ ഗുളിക കഴിച്ചാണെന്നോ? നീ കൂട്ടരുത് കേട്ടാ. അയ്യോ, നന്നായി വേർക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ ആ യോഗത്തിന് എല്ലാവരും വരൂലേ? എല്ലാരും വരുന്നുണ്ട്. ആ യക്ഷികളൊക്കെ വരുമോ? യക്ഷികളോ? അതല്ല പറഞ്ഞേ, കാമാക്ഷി, ലീലാക്ഷി, നല്ല എല്ലാരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. കട്ടൻ ചായ കൊടുക്കണ്ട, പാൽ ചായ ഇട്ട് കൊടുക്കാം. എന്തൊരു സ്നേഹം. ചേട്ടാ, 2 കവർ പാല് വാങ്ങിക്കേ. വരുന്നവർക്ക് പാൽ ചായ ഇട്ട് കൊടുക്കാം. അതെ, 50,000 കിട്ടുന്നല്ലേ പറഞ്ഞേ? അമ്മ, ലോണിന് 50,000 കിട്ടുന്നല്ലേ പറഞ്ഞേ? 49,000 കിട്ടും. 1,000 രൂപ അവര് മേടിക്കും. 50,000 കിട്ടു വെച്ചെങ്കിലേ അതിലൊരു 15,000 രൂപ എനിക്ക് തരണം. ഞാൻ ഈ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് ആകെ ടാൻ അടിച്ച് അതൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്തൊന്ന് വെളുപ്പിക്കണം. അതിന് എന്റെ അനിയത്തി, 3ാമത്തെ അനിയത്തി പ്രസവിക്കാൻ കെടുക്കുകയാണല്ലോ. അപ്പൊ ഒരു ആശുപത്രി ചെലവിനായിട്ട് ഒരു 10,000 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വെല്ലുമ്മയുടെ മോന്റെ 90 മറ്റുന്ന കൊച്ചിനൊരു മോതിരം കൊടുക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ 2-3 ദിവസമായിട്ട് വിഷമിച്ചില്ല. അച്ഛൻ്റെ കാര്യം പറഞ്ഞ വേറെ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ പ്രസവം മാത്രം നടക്കാറുള്ളോ? ഇവിടെ നടക്കുന്നില്ല, അവിടെയെങ്കിലും നടക്കട്ടെ. അതെ, അച്ഛൻ പാവം 2-3 ദിവസമായിട്ട് വിഷമിച്ചിരിക്കുക. എവിടെ നോക്കിയോ എന്തൊക്കെയോ ചില്ലറ കൊടുക്കാണ്ട് അത്ര. ഇതിന് കുറച്ച് പൈസ എടുത്താൽ അച്ഛനും കുറച്ച് പൈസ കൊടുക്കണം. മനസ്സിലായ? നിന്റെ അടുത്ത് ഈ ലോണിന്റെ കാര്യം പറയാണ്ടിരുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ. മനസ്സിലായ? നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മളെ അമ്മയ്ക്ക് നമുക്ക് ഒരു സെറ്റ് സാരിയും കൂടി വാങ്ങി കൊടുക്കാന്നേ. എനിക്കൊരു ഉണ്ടാൻ വേണ്ട. എന്റെ പൊന്നിൽ എന്റെ ഇന്ന് 10 പൈസ എനിക്ക് കിട്ടത്തില്ല. നശിപ്പിച്ച് അമ്മ ഒരു വാക്ക് പറയരുത്. 50,000 രൂപ അമ്മ തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇവിടെ മുഖം വെളുപ്പിക്കാനും ഇവരുടെ കൂതറ കുടുംബം വെളുപ്പിക്കാനും എന്റെ ഇന്ന് 10 പൈസ എനിക്ക് കിട്ടത്തില്ല. എന്താ പറഞ്ഞ എന്റെ കുടുംബത്തെ ഇവിടെ വന്ന് കേറിയപ്പോ തൊട്ട് തുടങ്ങിയ നിങ്ങൾ എന്നോട് ഒരു വാക്ക് വർത്താനം പറയാത്ത ഒരു പെണ്ണായിരുന്നു ഞാൻ. ഞാനിപ്പോ കലപ്പില പോലെ നിങ്ങൾ അത് വെള്ളമെടുക്കാൻ പോകാനാമോ? വെള്ളം എടുക്കാനല്ല, അവർ തലമണ്ടടിച്ചു പിടിക്കാൻ.
ഇങ്ങോട്ട് മാറടി. ഇങ്ങോട്ട്. എന്റെ നടുവ്, എന്റെ പൊന്നേ. എന്റെ അമ്മ ഇടി, യ്യോ, അമ്മേ, അമ്മേ, അമ്മേ. എന്റെ അമ്മ ഇടി. അപ്പൊ അതിനൊരു തീരുമാനമായി. തീരുമാനം ഞാൻ എടുക്കുമേ. എന്റെ അമ്മയെ തല്ലി വീഴ്ത്തിയോളം ഞാൻ ഇത് വീട്ടിൽ കയറത്തില്ല. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോണേ. ഇങ്ങോട്ട് പറ ചെറുക്കനെ. വഴിവെള്ളം ഇഞ്ഞു വന്നേടി. എടി വന്നേടി. എടി ഇഞ്ഞു വന്നേടി. കാര്യം പറയട്ടെ, ഇഞ്ഞു വന്നേ. കൊല്ലാനാണ് വളർത്താനാണ്. ഇഞ്ഞു വന്നേടി. മോളെ ആ. എന്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയത്. ഇഞ്ഞു വന്നേടി. ടാ, എത്ര നാളായിട്ട് ഞാൻ ചെവി കേൾക്കാതെ ഇവിടെ നടക്കുന്നടാ. ഒന്ന് ഹോസ്പിറ്റലിൽ നീ കൊണ്ടുപോയോ? ഇവിടെ തന്ന പോലെ ഒരു അടിയെങ്കിലും നീ തന്നോ? അടിച്ചല്ലോ. ഇവളാണ് എന്റെ കേൾവി ശക്തി തിരിച്ചു തന്നത്. ഇവളെന്റെ മുത്താണ്. മോളെ വഴി നിനക്ക് ഇഷ്ടമല്ലെങ്കിലേ അയൽക്കൂട്ടത്തിന് മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തുന്നില്ല കേട്ടാ. അല്ലമ്മ, ലോണ് വെച്ച് 50,000 കിട്ടൂലോ. ആ, പിന്നെ അത് കിട്ടും. അപ്പൊ അയൽക്കൂട്ടം നിർത്തിക്കോ. ആ, പിന്നെ നിനക്ക് ഞാൻ തരും കേട്ടാ. ഞാനൊരു കാര്യം ഇവൻ 5 വയസ്സ് പോലും കൊടുക്കത്തില്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ എന്റെ കുടുംബം അയ്യോ, തറവാടി കുടുംബം. ഇങ്ങോട്ടാ തറവാടി കുടുംബം. വാ, 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 വാ. അപ്പൊ വന്നവരും നിന്നവരും കൂടെ വന്നപ്പോ നമ്മളായ കഥയില ഇല്ല. എന്താ നമ്മളില്ലേ? അതെ, എനിക്കിപ്പോ ഒരു സന്തോഷമായി. ഒരു അമ്മായി അമ്മയും മരുമോളും ഒന്നിച്ചു കഴിഞ്ഞാൽ ആ വീടാണ് ഏറ്റവും വലിയ സ്വർഗം.